സാംസങ്ങിൻ്റെ 20,000 രൂപയ്ക്ക് താഴെ വരുന്ന പുതിയ ഫോണാണ് സാംസങ് M31s. അതുപോലെ പോക്കോയുടെ 20,000 രൂപയ്ക്ക് താഴെ വരുന്ന വളരെ നല്ലൊരു ഫോണാണ് പോക്കോ X2. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M31സും അതുപോലെ പോക്കോ X2 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M31s വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പോക്കോ X2ൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് സാംസങ് M31സിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോക്കോ X2 വരുന്നത് IPS LCD പാനലുമായിട്ടാണ്. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ. നമുക്ക് കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സ് ലഭിക്കും. പിന്നെ പോക്കോ X2ൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സാംസങ് M31സിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ട് ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് പോക്കോ X2ൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാംസങ് M31സിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പോക്കോ X2 യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഈ ഒരു ഫീച്ചർ ഗെയിമിങ്ങിലും യൂസ്ഫുൾ ആയിട്ട് വരും. ഇപ്പം അധിക ഗെയിമിലൊന്നും 120 FPS സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഭാവിയിൽ കൂടുതൽ ഗെയിംസിൽ ഈ ഒരു ഫീച്ചർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പബ്ജിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ OnePlusൻ്റെ ചില ഫോണുകളിലൊക്കെ ഇപ്പോൾ പബ്ജി 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ഭാവിയിൽ കൂടുതൽ ഫോണുകളിലോട്ട് എത്തും. ആ ഒരു ടൈമിൽ പബ്ജിയെ കളിക്കുമ്പം പോക്കോ X2ൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ട് ഫോണുകളും വരുന്നത് പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ്. സാംസങ് M31സിൽ സിംഗിൾ പഞ്ചോൾ ഡിസ്പ്ലേയും പോക്കോ X2ൽ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേയുമാണ് വരുന്നത്. സാംസങ് M31സിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പോക്കോ X2ൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് റൈറ്റ് ഭാഗത്തായിട്ടാണ്. പോക്കോ X2ൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാംസങ് M31സിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പോക്കോ X2ൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. സാംസങ് M31സിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പോക്കോ X2ൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കോ X2ൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. സാംസങ് M31സിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സാംസങ് M31സിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 203 ഗ്രാമാണ്. പോക്കോ X2ൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. പിന്നെ സാംസങ് M31സിൻ്റെ തിക്നെസ് വരുന്നത് 9.3 mm ആണ്. പോക്കോ X2ൻ്റെ തിക്നെസ് വരുന്നത് 8.8 mm ആണ്. അപ്പോൾ കുറച്ച് തിക്നെസ് കുറഞ്ഞ ഫോണ് പോക്കോ X2 ആയിരിക്കും. ചിലപ്പം ഇതിന് കാരണം സാംസങ് M31സിൽ വലിയൊരു ബാറ്ററി വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M31s വരുന്നത് Exynos 9611 എന്ന പ്രോസസ്സറുമായിട്ടാണ്. പോക്കോ X2ൽ സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X2ൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 730G ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. പിന്നെ സാംസങ് M31സിൽ പബ്ജി HDR സെറ്റിംഗ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓവറോൾ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് പോക്കോ X2ലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ പെർഫോമൻസിനോ അല്ലെങ്കിൽ ഗെയിമിങ്ങിനോ വേണ്ടിയിട്ടാണ് ഫോൺ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോക്കോ X2 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 6GB RAM ആണ് വരുന്നത്. പക്ഷേ സാംസങ് M31സിൻ്റെ ബേസ് വേരിയൻറ്റിൽ 128GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. പോക്കോ X2ൻ്റെ ബേസ് വേരിയൻറ്റിൽ 64GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ പോക്കോ X2ൽ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും 8GB റാം വെർഷൻസ് വരുന്നുണ്ട്. പോക്കോ X2ൻ്റെ 8GB റാം വെർഷനിൽ 256GB ഇൻറ്റേർണലാണ് വരുന്നത്. സാംസങ് M31സിൻ്റെ 8GB റാം വെർഷനിൽ 128GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാംസങ് M31സിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ പോക്കോ X2ൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സാംസങ് M31സിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ പോക്കോ X2ൽ ഇൻഫ്രാറെഡ് എന്ന ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ നമുക്ക് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഫീച്ചർ സാംസങ് M31സിൽ വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും ഡ്യുവൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും വോയിസ് ഓവർ വൈഫൈ എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. സാംസങ് M31സിൽ One UI സോഫ്റ്റ്വെയറും
പോക്കോ X2 MIUI സോഫ്റ്റ്വെയറുമാണ് വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പോക്കോ X2 സോണി IMX686ന്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് M31s സോണി IMX682ന്റെ സെൻസറാണ് വരുന്നത്. പിന്നെ സാംസങ് M31s 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പോക്കോ X2 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ സാംസങ് M31s 5 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പോക്കോ X2 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ കമ്പാരിസൺ ഞാൻ മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പോക്കോ X2 കുറച്ചും കൂടി ഷാർപ്പർ ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംസങ് M31s ഡാർക്കർ ഏരിയാസിൽ ഹൈലൈറ്റ്സ് ഒക്കെ ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ കമ്പാരിസൺ വീഡിയോസ് ഒക്കെ കണ്ടതിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കറക്റ്റ് ഒരു വിന്നറെ പിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പം സാംസങ് M31s 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പോക്കോ X2 വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമായിട്ടാണ്. 20 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും പിന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ സാംസങ് M31s ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ലോ ലൈറ്റ് കണ്ടീഷൻസിലും സാംസങ് M31sന്റെ സെൽഫി ക്യാമറയാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ സാംസങ് M31sന്റെ സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോ X2ന്റെ സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M31s വരുന്നത് 6000 mAhന്റെ ബാറ്ററിയുമായിട്ടാണ്. പോക്കോ X2 4500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ കൂടിയൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് സാംസങ് M31s ലഭിക്കും. അതുമാത്രമല്ല പോക്കോ X2 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഡ്രെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പോക്കോ X2 27 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് M31s 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ്. സാംസങ് M31s റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക സാംസങ് M31s ആയിരിക്കും. പിന്നെ സാംസങ്ങിന്റെ ഫോൺ എടുക്കുമ്പം പലരും പറയാറുള്ള ഒരു കാര്യമാണ് ഇതിൽ റേഡിയേഷൻ കുറവായിരിക്കുന്നത്, അതായത് സാർ വാല്യൂ കുറവാണെന്ന്. പക്ഷേ സാംസങ് M31sന്റെ സാർ വാല്യൂ വരുന്നത് 1.38 ആണ്. ഇത് വളരെ കൂടുതലൊന്നല്ല, 1.6 എന്നുള്ള മാക്സിമത്തിന് താഴെ തന്നെയാണ് വരുന്നത്. പക്ഷേ സാംസങ്ങിന്റെ പല ഫോണുകളിലും കാണുന്ന പോലെ 0.2 അല്ലെങ്കിൽ 0.3 ഒന്നുമല്ല ഈ ഫോണിൽ വരുന്നത്. പോക്കോ X2ന്റെ സാർ വാല്യൂയെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.08ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.62ആണ്. അപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് പോക്കോ X2ലാണ് സാർ വാല്യൂ കുറവ്. ഈ ഫോണുകളുടെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2ന്റെ 6GB റാം 64GB ഇന്റർണൽ വെർഷന്റെ വില വരുന്നത് 17,499 രൂപയാണ്. പോക്കോ X2ന്റെ 6GB റാം 128GB ഇന്റർണൽ വെർഷന്റെ വില വരുന്നത് 18,499 രൂപയാണ്. സാംസങ് M31sന്റെ ഇതേ വെർഷന്റെ വില വരുന്നത് 19,499 രൂപയാണ്. അപ്പോൾ 6GB റാം 128GB ഇന്റർണൽ വെർഷന്റെ കാര്യത്തിൽ സാംസങ് M31sന് വില കുറച്ച് കൂടുതലാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും 8GB റാം വെർഷന്റെ വില വരുന്നത് 21,499 രൂപയാണ്. പക്ഷേ പോക്കോ X2 8GB റാം വെർഷനിൽ നമുക്ക് 256GB ഇന്റേണൽ ലഭിക്കുന്നുണ്ട്. സാംസങ് M31s 8GB റാം വെർഷനിൽ 128GB ഇന്റേണലാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M31s സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്, പിന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. പോക്കോ X2 ഡിസ്പ്ലേയിൽ 120 Hzന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്, പിന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് കമ്പാരിറ്റീവ്ലി വില കുറച്ച് കുറവാണ്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.